ടി.പി. വധത്തിലെ ഉന്നതതല ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം കോൾ വിശദാംശങ്ങളുടെ പകർപ്പ് ലഭിക്കാതെ വഴിമുട്ടുന്നതിന് മുൻപേ അന്വേഷണ സംഘത്തിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നതായാണ് വിവരം. ടി.പി. വധക്കേസിലെ പ്രതികളിൽ ഒരാൾ ടി.പി. വധിക്കപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് മുതിർന്ന CPIM നേതാവിനെ ബന്ധപ്പെട്ടതിന്റെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ആദ്യ അന്വേഷണ സംഘം ശേഖരിച്ച ടെലഫോൺ വിശദാംശങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്നാണ് ചില സൂചനകൾ ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുതുതായി ലഭിച്ചത്. ടി.പി. വധക്കേസിലെ പ്രതികളിൽ ഒരാൾ ടി.പി. വധിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് മുതിർന്ന നേതാവിനെ വിളിച്ചിരുന്നതായാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. ഈ സമയം നേതാവ് യാത്രയിലായിരുന്നെന്നും മറ്റു 2 നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നതായും ടെലഫോൺ രേഖകളിലെ ടവർ വിശദാംശങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ രേഖകളും ടെലഫോൺ സേവനദാതാക്കൾ സർട്ടിഫൈ ചെയ്തിട്ടില്ല. ആദ്യ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് CDR സർട്ടിഫൈ ചെയ്യാതെ പോകുന്നതിന് ഇടയാക്കിയതെന്നാണ് സൂചന. അതോടെ നിയമപരമായി നിലനിൽക്കാത്ത രേഖയായി ഈ CDR മാറുകയും ചെയ്തു. 1 വർഷത്തിലധികം കഴിഞ്ഞതിനാൽ സേവനദാതാക്കൾ സർട്ടിഫൈ ചെയ്ത് നൽകുകയുമില്ല. ഇതോടെയാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ ഇടപെടൽ അനിവാര്യമായി മാറുന്നത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വഴിമുട്ടുന്നതിന് ഇടയാക്കിയതിനും ഇത്തരം ചില പിഴവുകളുണ്ടെന്നതാണ് വസ്തുത. റിപ്പോർട്ടർ, കോഴിക്കോട്.